തണൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കോവളത്തിന് സമീപം ആഴാകുളം എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഓസാനാം കാരുണ്യഭവൻ ഓൾഡ് ഏജ് ഹോമിന്റെ വിശേഷങ്ങളാണ്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ സംഘടനയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് ഓസാനാം കാരുണ്യഭവൻ ഓൾഡ് ഏജ് ഹോം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിൽ 1972 സ്ഥാപിതമായ സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ സെൻട്രൽ കൗൺസിലിന് കീഴിലുള്ള സ്ഥാപനമാണ് കോവളത്തിന് സമീപം ആഴാകുളം എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഓസാനാം കാരുണ്യഭവൻ ഓൾഡ് ഏജ് ഹോം. ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടു പോയ വൃദ്ധപിതാക്കന്മാരുടെ സംരക്ഷണത്തിനായി 1999 ബ്രദർ ഫ്രാൻസിസ് സ്റ്റീഫൻ എന്ന വ്യക്തിയുടെ പ്രവർത്തന ഫലമായാണ് ഓസാനാം കാരുണ്യഭവൻ ഓൾഡ് ഏജ് ഹോം പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്ന കുടുംബങ്ങളെയും അവരെ ദത്തെടുത്തുകൊണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ചയ്ക്ക് മുൻതൂക്കം നൽകിയും രോഗികളായവരെ സഹായിക്കുകയും മറ്റൊരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് സൊസൈറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് പോൾ. അക്കാരണത്താൽ 1999 ഇങ്ങനെ അനാഥരായ ആരാലും ഉപേക്ഷിക്കപ്പെടുന്ന സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന അപ്പച്ചന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ബ്രദർ ഫ്രാൻസിസ് സ്റ്റീഫൻ ഈ സ്ഥലം സൊസൈറ്റിക്ക് വേണ്ടി വാങ്ങിക്കുകയും ഇവിടെ ഒരു അന്തേവാസ ഭവനം സ്ഥാപിക്കണം എന്ന മുൻ വിധിപ്രകാരം ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു ബിൽഡിംഗ് പണിയുകയുണ്ടായി. 1999 ഈ സ്ഥാപനം തുടക്കം കുറിച്ചത്. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിൽ നടത്തുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊന്നാണ് ഓസാനാം കാരുണ്യഭവൻ ഓൾഡ് ഏജ് ഹോം. ഈ സ്ഥാപനത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ പ്രവർത്തകരുടെയും തീരദേശത്തുള്ള കുടുംബങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർലോഭമായ സഹായങ്ങളാലാണ് മുമ്പോട്ട് പോകുന്നത്. ഓസാനാം കാരുണ്യഭവൻ്റെ പ്രവർത്തനം പറയുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഞാനിതിൻ്റെ സെക്രട്ടറിയായി വന്നു പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവം വളരെ വലുതാണ്. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നതിലും വളരെ സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷവും എനിക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവും ഇതിൽ നിന്ന് നേടുവാനായിട്ട് സാധിച്ചു. കാരണം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ അപ്പച്ചന്മാരുടെ ആ സന്തോഷവും അവരുടെ സ്വഭാവങ്ങളിലുണ്ടാകുന്ന മാറ്റവും അവർക്ക് വേണ്ടിയിട്ട് സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനവും എല്ലാം ഉൾക്കൊണ്ട് നോക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്കിത് നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനവും ഇതിൻ്റെ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയതിലും ഞാൻ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള കാലവും നല്ല രീതിയിൽ ഈ രണ്ട് സ്ഥാപനങ്ങളെയും നോക്കിക്കൊണ്ടു പോകണം എന്നൊരാഗ്രഹമാണ് മനസ്സിലുള്ളത്. ഓബ്ലൈറ്റ് ഹോസ്പിറ്റലർ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് OHFS കോൺഗ്രിഗേഷന് കീഴിലുള്ള OHFS സിസ്റ്റേഴ്സാണ്
ഈ സ്ഥാപനത്തിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. എൻ്റെ പേര് സിസ്റ്റർ ജസീന്ത. ഞാൻ OHFS കോൺഗ്രിഗേഷനിലെ സഭാംഗമാണ്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രോഗികളെയും ഒറ്റപ്പെട്ടവരെയും അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ എത്തുന്നത്. ഞാനിവിടെ വന്നിട്ട് 3 വർഷമായി. 3 വർഷത്തിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഒത്തിരി സന്തോഷം നിറഞ്ഞതാണ്. കാരണം മറ്റ് ചെറിയ കമ്മ്യൂണിറ്റികളിലുള്ളതുപോലെയല്ല നമ്മൾ ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇവിടെ ഒറ്റപ്പെട്ടു പോയവർ ഒത്തിരി പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കൂടെ നിൽക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയാണ്. പലരും ഇങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ വരുമ്പോഴത്തേക്ക് അവരുടെ ആ ഒറ്റപ്പെടലിൽ നിന്ന് ഒരു വിടുതൽ കൊടുക്കുവാനായിട്ടുള്ള ആ ഒരു അവസരം നമുക്കിവിടെ ഉണ്ട്. പല സമയത്തും നമ്മുടെ ഏറ്റവും വലിയ സങ്കടമെന്ന് പറയുന്നത് ആ ഒറ്റപ്പെടലിലാണല്ലോ. അപ്പോൾ ആ സങ്കടത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലരും പല സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയവരാണ്. ഓസാനാം കാരുണ്യഭവൻ ഓൾഡ് ഏജ് ഹോമിന്റെ മദർ സുപ്പീരിയറായി സിസ്റ്റർ ജസീന്ത OHFS ശുശ്രൂഷ ചെയ്തു വരുന്നു. സിസ്റ്റർ ജസീന്തയോടൊപ്പം സിസ്റ്റർ ആനി OHFS, സിസ്റ്റർ ജെയിൻ OHFS എന്നിവരും ഇപ്പോൾ ഓസാനാം കാരുണ്യഭവന്റെ ശുശ്രൂഷകളിൽ സജീവമാണ്. ഞാൻ വരുന്നത് 2021 വരുന്നത്. 2021 വരുമ്പോഴത്തേക്കും എനിക്ക് ആകെ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. കാരണം ഈ ഭവനം എന്ന് പറഞ്ഞത് നമ്മളൊക്കെ ഇവിടെ എംപ്റ്റി ഹാൻഡ്സാണ്. ഈ ഭവനത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് എങ്ങനെയാണെന്നുള്ള ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയാം ഇവിടെ നടക്കുന്നത്. ദൈവപരിപാലനയിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പലരും നമുക്ക് സഹായമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. എനിക്ക് ഒരു പരിചയമൊന്നുമില്ല. അതുപോലെ തന്നെ ആരെങ്കിലേക്കും വലിയൊരു സൗഹൃദങ്ങളൊന്നും എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവപരിപാലന ഒരുപാട് അനുഭവിച്ച ഒരു നാളുകളായിരുന്നു ഇത്. പലരും നമ്മുടെ അടുത്തേക്ക് വരുന്നു. ഇവിടെ നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല, എല്ലാവരെയും നമ്മൾ സ്വീകരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ജാതി നോക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒരു ദൈവിക വഴിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ജാതിപതം അന്യേ നമ്മൾ ഇവരെ സ്വീകരിക്കുന്നു. ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാവരും ഈ ഭവനത്തിൽ ഉൾപ്പെടുന്നവരാണ്. വിവാഹം കഴിക്കാത്തവരുണ്ട്, വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ചവരുണ്ട്. അപ്പോൾ ആ ഒരു സങ്കടങ്ങളിൽ നിന്നാണ് അവരിവിടെ എത്തപ്പെടുന്നത്. അപ്പോൾ അവരുടെ ആദ്യം വരുമ്പോഴത്തേക്കും അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ വരുമ്പോൾ. പിന്നീട് അവരൊരു കുടുംബം പോലെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ പലർക്കും തന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഞങ്ങൾക്ക് അതിനൊക്കെ ഞങ്ങൾ അവസരം കൊടുക്കുന്നു. പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ കൂടെ ഇരിക്കുവാനും പിന്നെ അവരുടെ എല്ലാവരും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കൊരു കുടുംബമായിട്ട് തന്നെ അവർക്ക് തോന്നുകയാണ് ഇവിടെ. ഒറ്റപ്പെടലുകളുടെയും ഒഴിവാക്കലുകളുടെയും ഈ ലോകത്ത് ആരും ആർക്കും സ്വന്തമല്ലാതെ പോകുന്ന ഈ കാലത്ത് സ്വഭവനങ്ങളിൽ ഇടം നഷ്ടപ്പെട്ടവർക്ക് ഹൃദയത്തിൽ ഇടം നൽകി അവർക്ക് സ്നേഹത്തണൽ ഒരുക്കുകയാണ് സിസ്റ്റർ ജസീന്തയും സിസ്റ്റർ ജെയിനും സിസ്റ്റർ ആനിയും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. 2016 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ വരവോടുകൂടി ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട രീതിയിലോട്ട് വന്നു തുടങ്ങി. ബഹുമാനപ്പെട്ട 3 സിസ്റ്റേഴ്സ് 2016 ഇവിടെ വരികയും ഇന്നും അവരുടെ സേവനം കൊണ്ട് ഈ സ്ഥാപനത്തിനെ പല മേഖലകളിൽ പല തലങ്ങളിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അന്നുണ്ടായിരുന്ന കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇന്ന് ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവിടുത്തെ വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തകരാണ് ഇതിൻ്റെ നേതൃത്വം നൽകുന്നത്. ഇവിടുത്തെ ബോർഡുണ്ട്. ഒരു ബോർഡിൻ്റെ കൂടി വരവും അവിടെ നിയമങ്ങളും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സംഘടനയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതും ഈ സ്ഥാപനം
വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതുമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതിരൂപതയിലെ വൈദികരുടെ നല്ലൊരു നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അഭിവന്യ പിതാവിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനവും നമുക്ക് ഊർജം പകരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി നല്ല കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹായങ്ങൾ കൊണ്ടാണ് ഇതുവരയ്ക്കും ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. 1833 ഫെഡറിക് ഓസാനാമും 7 സഹപ്രവർത്തകരും കൂടെ ആരംഭിച്ചതാണ് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി. പാവങ്ങളെ സേവിക്കുക, പാവങ്ങളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സൊസൈറ്റി ആരംഭിച്ചത്. വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ആരംഭിച്ചു. ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനത്തും വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനം നടന്നു വരികയാണ്. തിരുവനന്തപുരം സെൻട്രൽ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാനമായും വീടുകളിൽ കഴിയുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുക, വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരിക, രോഗികളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട ആശ്രയത്വം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് സൊസൈറ്റി എല്ലാ ഇടവകകളിലും പ്രവർത്തനം നടത്തി വരികയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പല വീടുകളിലും ഈ അപ്പച്ചന്മാരും അമ്മമാരും ഒറ്റപ്പെട്ട് കഴിയുന്നത്. അവരുടെ നല്ല ആരോഗ്യമുള്ള അവരുടെ സമയത്ത് അവർ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രവർത്തിക്കുകയും പിൽക്കാലത്ത് അവർ അനാഥരെ പോലെ ആയിപ്പോകുന്നതും ഒരവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി അങ്ങനെ തീരുമാനിച്ചു, നമുക്ക് ഇവരെയും സംരക്ഷിക്കണം. അവരുടെ വീടുകളിൽ അവർക്ക് സംരക്ഷണം കിട്ടുന്നില്ല, ഒറ്റപ്പെടുന്നു, വേദന അനുഭവിക്കുന്നു, വളരെ ദുരിതത്തിലായവരെ നമുക്ക് സംരക്ഷിക്കണമെന്നുള്ള ഒരു തീരുമാനം സെൻട്രൽ കൗൺസിൽ എടുക്കുകയും അങ്ങനെ നമ്മൾ ഈ ഓശാന കാരുണ്യ ഭവനം എന്നുള്ള ഒരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. എന്നോ എവിടെ വെച്ചോ ഒറ്റപ്പെടലിൻ്റെ ഒറ്റത്തുരുത്തുകളിൽ നിശബ്ദമായി പോയ ജീവിതങ്ങൾക്ക്, സ്വപ്നങ്ങൾ മരവിച്ചവർക്ക്, പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ ജീവിതം അനാഥമായവർക്ക് സ്നേഹത്തിൻ്റെ ചില്ലകളിൽ കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും തണലൊരുക്കുകയാണ് OHFS സിസ്റ്റേഴ്സും സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി പ്രവർത്തകരും ഓസാനാം കാരുണ്യഭവൻ ഓൾഡ് ഏജ് ഹോമിലൂടെ. അവിടെ നമ്മൾ ഇപ്പോൾ 20ഓളം അപ്പച്ചന്മാരെ സംരക്ഷിച്ച് വരികയാണ്. അവരെ പരിപാലിക്കുന്നതിന് വേണ്ടി ഇവിടെ 3 സിസ്റ്റേഴ്സുണ്ട്. ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാൻ 2 സഹോദരിമാരുണ്ട്. ഒരു കെയർ ടേക്കറുണ്ട്. അനുദിനം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ബോർഡ് ഉണ്ട്. അവിടെ ആ രീതിയിൽ നല്ല രീതിയിൽ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മാസം തന്നെയും 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ അവർക്ക് ചിലവായി വരുന്നു. സന്മനസ്സുള്ള നല്ല കുറച്ച് വ്യക്തികളും കുടുംബങ്ങളും ഇവിടെ സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് നടന്നു പോകുന്നത്. ഈ ഒരു ഇത് കണ്ടുകൊണ്ട് ഒത്തിരിയും സ്ത്രീകൾ ഞങ്ങളുടെ ഇവിടെ വരികയും ഞങ്ങൾക്കും ഒരാശ്രയമില്ല, ഭവനമില്ല, സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ ഒത്തിരിയും സ്ത്രീകൾ ഇവിടെ സമീപിക്കുകയും, പക്ഷേ അവർ ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണെന്ന്
വളരെ വേദനയോടുകൂടി അവരെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അയക്കുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടി രൂപതാധ്യക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു ഭവനം ഇപ്പം പണി ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം അതിൻ്റെ പണി ഇപ്പോൾ പകുതിയോളം പൂർത്തിയായി ഇരിക്കുകയാണ്. ഇവിടെ വരുന്ന അപ്പച്ചന്മാരുടെ വീടുകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു. പല അപ്പച്ചന്മാർക്കും വീട്ടിൽ പോകണമെന്നോ ഞങ്ങൾ അന്വേഷിക്കുന്നു. അവർക്കാർക്കും പോകണ്ട. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വം ഞങ്ങളുടെ വീടുകളിൽ ഒരിക്കലും ഇല്ല. ഒരിക്കലും ഒരു അപ്പച്ചന് ഇവിടെ നിന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഇവിടെ നിന്ന് വീട്ടിൽ പോയി 2 ദിവസത്തിനുള്ളിൽ ആ വീട്ടുകാർ അപ്പച്ചനെ കൊണ്ടുവന്ന് ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ട് ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത്. വീട്ടിലൊരിക്കലും അവരെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതിപ്പോഴത്തെ പശ്ചാത്തലത്തിൽ വീട്ടിൽ അവർക്ക് കിടക്കാനുള്ള റൂമുകളില്ല. ഇത് തീരദേശം താണ് ഏകദേശം ഇവിടെയുള്ള ആൾക്കാരെല്ലാം വസിക്കുന്നത് തീരദേശവാസികളാണ്. അപ്പോൾ അവർക്കൊരിക്കലും അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ടും അവിടെ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പല വീടുകളിലും അവർക്ക് മരുന്നിന് പോലും യാതൊരു നിവൃത്തിയുമില്ലാത്ത വീടുകളാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന അപ്പച്ചന്മാരായതുകൊണ്ടാണ് അവർക്ക് ഇതൊരു ആശ്രയമായി മാറി. അത് ഞങ്ങൾ പലരുടെയും സഹായത്തോടുകൂടിയാണ് ഇത് ചെയ്തു വരുന്നത്. ഇവിടെ അടുത്തുള്ള വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ അവിടെ നിന്നും ഞങ്ങൾക്ക് പല നിവൃത്തിയില്ലാത്ത തെരുവിൽ കിടക്കുന്ന അപ്പച്ചന്മാരെ ഇവിടെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അവരുടെ വളരെ സഹകരണം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കൂടുതൽ അപ്പച്ചന്മാരെ ഞങ്ങൾക്കിവിടെ പാർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്രയൊരു 25 പേർക്കകത്തുള്ള ഒരു സംവിധാനം മാത്രമേ ഇവിടെയുള്ളൂ. വീണ്ടും ഇവിടുത്തെ പണി കുറച്ചുകൂടെ കൂട്ടി ഒരു 10 റൂമും കൂടെയൊക്കെ ഇവിടെ ഉണ്ടാക്കി ഒരു 10-20 അപ്പച്ചന്മാരെ കൂടെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇവിടുത്തെ സാമ്പത്തികം ഞങ്ങൾക്ക് കഴിയുന്നില്ല. അത് ഒരവസരത്തിൽ ദൈവം ഞങ്ങൾക്ക് നിവൃത്തിയാക്കി തരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും പേരെ സംരക്ഷിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ കൃതജ്ഞതയുണ്ട്. എല്ലാവർക്കും ഇവിടെയുള്ള അപ്പച്ചന്മാരുടെ അവരുടെ സഹകരണം എന്ന് പറഞ്ഞാൽ വളരെ നല്ല സഹകരണം ചിട്ടയോടുകൂടി ആണ് ഇവിടെ സിസ്റ്റേഴ്സ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. അവരുടെ എല്ലാ വീടുകളിൽ നിന്നും ഇവിടെ അന്വേഷണത്തിന് വരുന്നുണ്ട്. അവർക്ക് തിരിച്ചു പോകണമെന്നുള്ളവരെ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ വീടുകളിലോട്ട് ഞങ്ങൾ തിരിച്ചയക്കുന്നുണ്ട്. അവർക്ക് കുറച്ച് ആരോഗ്യവും കരുത്തുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരെയൊക്കെ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ടും അയക്കുന്നുണ്ട്. പകരം അതുപോലെയുള്ള ഒത്തിരിയും പേര് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങളാൽ കുറച്ച് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ, റൂമിൻ്റെ പരിമിതി കൊണ്ട് കൂടുതൽ പേരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അനാഥരായി ആരും ജനിക്കുന്നില്ല. ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെടുമ്പോഴാണ് ജീവിതങ്ങൾ അനാഥമാകുന്നത് എന്ന യാഥാർത്ഥ്യം മറന്നുപോകുന്ന സമകാലിക ലോകത്ത് ഉപേക്ഷിക്കപ്പെട്ടവരെ ചേർത്തണയ്ക്കുവാനുള്ള മനസ്സാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ പ്രവർത്തകർ ഓസാനാം കാരുണ്യഭവന്റെ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. പിന്നെ ഞങ്ങളിവിടെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. 3 പേരും അവരുടെ ഒപ്പമാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് നമ്മളൊരു കമ്മ്യൂണിറ്റി, ഒരു ഫാമിലി ആയിട്ടാണ്, ഒരു കുടുംബമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുടുംബമില്ലാത്തവർക്ക് ഒരു കുടുംബമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. തീർച്ചയായും എനിക്ക് വളരെ സന്തോഷമാണ് ഇവിടെ നിൽക്കുന്നത്. വളരെ സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ് നമുക്കിങ്ങനെയൊക്കെ ഒരു അവസരം തരുന്നത്, ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം സമയം പോകുന്നത് അറിയുന്നില്ല. നമ്മൾ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇവരോടൊപ്പം കൂടെ നടന്ന് നമ്മൾ സന്ധ്യ ആകുന്നത് അറിയുന്നില്ല. പിന്നെ പ്രേയറും കാര്യങ്ങളെല്ലാം അങ്ങനെ ഓരോ ടൈം ടേബിളിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും. അവരോടൊപ്പം നമ്മൾ ചേർന്ന് പോകുന്നതുകൊണ്ട് നമ്മുടെ സമയം പോകുന്നില്ല. നമ്മൾ വളരെ സംതൃപ്തിയാണ്. രാവിലെ ഞങ്ങൾ 5 മണിക്ക് ഞങ്ങൾ സിസ്റ്റേഴ്സ് എഴുന്നേക്കും. കട്ടൻ കാപ്പി
ഇട്ട് വെക്കും. അപ്പച്ചന്മാർ വന്ന് കഴിക്കും. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള സിസ്റ്റേഴ്സിൻ്റെ പ്രെയറൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ ഞങ്ങളിവിടെ അടുത്ത് പിന്നെ പാരീഷിൽ ഞങ്ങൾ മാസിന് പോകും. അപ്പോൾ അപ്പച്ചന്മാർ ഇവിടെ ചില കാര്യങ്ങളൊക്കെ സഹായിക്കും. ചിലരൊക്കെ മുറ്റമൊഴിക്കും, ചിലരൊക്കെ പിന്നെ തുണിയൊക്കെ വിരിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അപ്പോൾ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും അവരുടെ തൻ്റെതായിട്ടുള്ള ഒരു പ്രെയറുണ്ട്, അപ്പച്ചന്മാർ തന്നെയായിട്ടുള്ള. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഓരോരുത്തരും ഓരോ വാർഡിലോട്ട് പോകും. അവിടെയെല്ലാം അപ്പച്ചന്മാരുടെ കാര്യങ്ങളെല്ലാം മുറികളെല്ലാം നീറ്റാക്കി, അതുപോലെ തന്നെ ഞങ്ങൾ അലക്കാനും ഞങ്ങളോടൊപ്പം തന്നെ കൂടിയെന്ന് അവരും ചെയ്യുകയും ചെയ്യും. പിന്നെ 12 മണിക്ക് പിന്നെ 11 മണിക്ക് ഞങ്ങളൊരു ബൈബിൾ ക്ലാസ് വെച്ചിട്ടുണ്ട്. ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ വചനം ഞങ്ങൾ പരസ്പരം ഇങ്ങനെ വായിച്ച് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പലരും പിന്നെ ഷെയർ ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അത് കഴിയുമ്പോൾ 12 മണിക്ക് ഞങ്ങൾ ഒരു ആരാധന നടത്തും. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ അവരൊക്കെ തന്നെ ചില നേരം ലീഡ് ചെയ്യും. സിസ്റ്റേഴ്സും ലീഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവരും ഉണ്ടാകും. കാരണം അവരിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ അവർക്കിപ്പോൾ നല്ല ഉത്സാഹമാണ്. ഞങ്ങളെക്കാളും കൂടുതൽ ഉത്സാഹമാണെന്ന് എനിക്ക് അവരുടെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കും. പിന്നെ അവർക്ക് 1:30 ആകുമ്പോഴത്തേക്കും റെസ്റ്റാണ്. റെസ്റ്റ് കഴിഞ്ഞാൽ കൃത്യം 3 മണിക്ക് നമ്മൾ പറയാതെ തന്നെ അവർ എഴുന്നേറ്റ് വന്ന് കൊന്ത ചെല്ലും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. കൊന്ത ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ 4 മണിയാകുമ്പോഴത്തേക്കും അവർക്ക് ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ മുറ്റത്തൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ നനക്കാനും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് മുറ്റത്ത് പണികളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്ന് അതൊക്കെ ചെയ്യും. അങ്ങനെ 6 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേരുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ ചിലരൊക്കെ TV കാണുമ്പോൾ TV കാണും. പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചിലരൊക്കെ കുറച്ച് നേരം വരെ ഇവിടെ ഇരിക്കും, സിസ്റ്റേഴ്സിന് കൂട്ടായിട്ടൊക്കെ ഇരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് പോയി അങ്ങനെ ഉറങ്ങുകയൊന്നുമില്ല. ഒരു രാത്രിയാവുന്നവരെയൊക്കെ ഇങ്ങനെ ഇരിക്കും. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഡി ഫ്രാൻസിസ്, സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി PJ ലോറൻസ്, സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡയനീഷ്യസ് പെരേര എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓശാനാം കാരുണ്യഭവൻ ഓൾഡ് ഏജ് ഹോമിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മേഖലകളിൽ നിന്നുള്ള കുടുംബങ്ങളിലെ സഹായങ്ങളും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി പ്രവർത്തകരുടെ കരുതലിലുമാണ് ഈ സ്ഥാപനത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ട് വരുന്നത്. സന്യാസ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇവിടെയെത്തി ശുശ്രൂഷകൾ തുടർന്ന സിസ്റ്റർ ജസീന്ത, സിസ്റ്റർ ആനി, സിസ്റ്റർ ജെയിൻ എന്നിവരുടെ സ്നേഹ സംരക്ഷണയിലാണ് വിവിധ ഇടങ്ങളിൽ നിന്നും ഈ ഭവനത്തിലെത്തിയ സഹോദരങ്ങൾ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവരുടെ ഓരോരുത്തരുടെയും ജീവിത കഥകൾ അറിയുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം സങ്കടം വരാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർ ഞങ്ങളാൽ ശുശ്രൂഷിക്കും. ഒരുപക്ഷെ എൻ്റെ സഹോദരങ്ങളാണ് അവർ ശുശ്രൂഷിച്ച അവരുടെ അവസാന ഘട്ടങ്ങളിലൊക്കെ. ഞാനും കോൺവെൻറ്റിലായത് കാരണം എനിക്ക് അവരെയൊക്കെ ശുശ്രൂഷിക്കാനൊന്നും പറ്റിയില്ല. ഒരുപക്ഷെ അതായിരിക്കും ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഈ അപ്പച്ചന്മാരെയൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പനെയാണ് ഓർക്കുന്നത്. അവരൊക്കെ ആ കാലത്തൊക്കെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇന്ന് അതിൻ്റെ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തുള്ളി വെള്ളം അവർക്ക് കൊടുക്കുമ്പോൾ എൻ്റെ അപ്പന് കൊടുക്കാതിരുന്നത് ഇപ്പോൾ ഇവർക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നു. സത്യത്തിൽ നമ്മുടെ കുടുംബത്ത് പോലും ഇത്രയും സംതൃപ്തമായിട്ട് പോകില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അവരുടെ ഭക്ഷണക്രമവും ഭക്ഷണ കാര്യങ്ങളായാലും അവരുടെ വസ്ത്രമായാലും അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ദൈവം പരിപാലിച്ചു കൊണ്ടുപോകുന്നു എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഓരോ ദിവസവും അവർക്ക് കഴിക്കാനുള്ളത് ദൈവം എത്തിക്കുന്നുണ്ട്. പലരിലൂടെയാണ് ദൈവം ഇവിടെ എത്തിച്ചു തരുന്നത്. ഒന്നിനും അവർക്ക് കുറവ് വന്നിട്ടില്ല. അവരുടെ മെഡിസിൻ പരമായിട്ട് കാര്യങ്ങളാണെങ്കിലും അവരുടെ ഭക്ഷണകാര്യം 3-4 നേരമൊക്കെ അവർക്ക് എന്തെങ്കിലുമായിട്ടൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അത് ദൈവം പലരിലൂടെയും ഇവിടെ എത്തിക്കുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ള സന്ദേശം, ഈ പ്രായം ചെയ്യുന്ന അപ്പച്ചന്മാരൊക്കെ അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കണം. കാരണം അതൊരു അനുഗ്രഹമാണ്. അവർ കുടുംബത്തിൻ്റെ വിളക്കാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഉപേക്ഷിക്കപ്പെടാനല്ല, അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹം ഓരോ കുടുംബങ്ങളിൽ വന്നു ചേരുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം. കൊച്ചുമക്കളോടുകൂടി ഇരിക്കുവാനായിട്ട് ആഗ്രഹമുള്ള അപ്പച്ചന്മാരാണ് ഇവിടെ. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അവസാനമായി വന്നൊരു അപ്പച്ചൻ വളരെ സങ്കടത്തോടു കൂടിയാണ്
കുറേ കാര്യങ്ങൾ പറയണത്. കൊച്ചുമക്കളുടെ ചിന്തയാണ് ആ അപ്പച്ചൻ്റെ മനസ്സിൽ. അപ്പോൾ അതുപോലെ തന്നെ മക്കളുടെയും ഇവരൊക്കെ. അപ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ട ഒരു സമയമാണ് ഈ പ്രായം ചെയ്യുമ്പോൾ അവരെയൊക്കെ ഒന്ന് കാണുന്നുണ്ടാകൂലേ. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് അവരുടെ മനസ്സിൽ അവരോടൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു സമയം കണ്ടുകിട്ടുക. മറ്റെന്ത് ജോലി ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ചുകൊണ്ട് അവരോട് അല്പമെങ്കിലും അവരോടൊന്ന് സംസാരിക്കുവാനായിട്ട് ഒന്ന് മനസ്സ് കാണിച്ചാൽ മതി. അവർ മനസ്സ് തുറക്കും. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ മാറും. അവരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യും. അങ്ങനെ ഒരു കുടുംബത്തിൽ തന്നെ ഒരു നല്ലൊരു അന്തരീക്ഷം വരുമ്പോൾ അതാണ് കുടുംബത്തിൻ്റെ അനുഗ്രഹം. ഓസാനാം കാരുണ്യഭവൻ ഓൾഡ് ഏജ് ഹോമിൽ അഭയം കണ്ടെത്തിയ സഹോദരങ്ങൾക്ക് മാതൃസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും നാളങ്ങളിൽ കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും തെളിദീപമായി പ്രകാശം പരത്തുകയാണ് സിസ്റ്റർ ജസീന്തയും സിസ്റ്റർ ജെയിനും സിസ്റ്റർ ആനിയും. സ്വഭവനങ്ങളിൽ ഇടം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ വഴികളിൽ ഒറ്റപ്പെട്ടു പോയ സഹോദരങ്ങൾ, എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ പോയ അനാഥ ജീവിതങ്ങൾ, ആരും സഹായിക്കുവാനില്ലാത്തവർ, അവരെ ചേർത്തണച്ചുകൊണ്ട് ഓസാനാം കാരുണ്യഭവൻ ഓൾഡ് ഏജ് ഹോം പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഒപ്പം ക്രിസ്തു സ്നേഹത്തിൽ സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുമായി OHFS സിസ്റ്റേഴ്സും തങ്ങളുടെ ജീവിതകർമ്മങ്ങൾ ഇവിടെ പൂർത്തീകരിക്കുന്നു. കോവളത്തിന് സമീപം ആഴാകുളത്ത് പ്രവർത്തിച്ചു വരുന്ന ഓസാനാം കാരുണ്യഭവൻ ഓൾഡ് ഏജ് ഹോമിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള തണലിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം മറ്റൊരു സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളുമായി